ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. വീഡിയോ ഡിസ്പ്ലേ ഡിവൈസുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. റാസ്റ്റർ സ്കാൻ, റാൻഡം സ്കാൻ ഡിസ്പ്ലേ എല്ലാം പറഞ്ഞു. പിന്നെ അത് CRT ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഡിവൈസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ട്രഡീഷണൽ ആയിട്ടുള്ളതുമായ ഒരു ഡിസ്പ്ലേ ആണ് CRT. പക്ഷേ ഇപ്പോൾ ഇല്ലെങ്കിൽ കൂടിയും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ ആയിട്ട് ചോദിക്കാറുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ CRT ഡിസ്പ്ലേ എന്താണെന്ന് നോക്കാം. CRT എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം കേട്ട് പരിചയമുള്ള തന്നെയാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കാഥോഡ് റേ ട്യൂബാണ്. ഈ കാഥോഡ് റേ ട്യൂബാണ് മുൻ കാലഘട്ടങ്ങളിലെ ടെലിവിഷൻ ആയാലും കമ്പ്യൂട്ടർ ആയാലും ബാക്ക് ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്കെപ്പോഴും സ്ഥലം മുടക്കുന്നൊരു പ്രതീതിയാണ്. ബാക്കിൽ ഇങ്ങനെ ഒരു ബൾക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്തൊരു CRT എന്ന് പറഞ്ഞ ഒരു കോണിക്കൽ ഫ്ലാസ്കിൻ്റെ സ്ട്രക്ചറാണ്. നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്ക് എങ്ങനെയാണോ അതിൻ്റെ ഒരു ആകൃതിയാണുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു വസ്തു വെക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്പേസ് വേണ്ടി വരും. അതുകൊണ്ടാണ് ആ കാഥോഡ് ട്യൂബുള്ള വസ്തുവിൻ്റെ ബാക്കിൽ ഭാഗം പൊന്തിങ്ങനെ നിൽക്കുന്നത്. ആ കാഥോഡ് ട്യൂബ് പോയതോടുകൂടി തന്നെ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസം വന്നു. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ എല്ലാം തന്നെ ഫ്ലാറ്റ് പാനലാണ്. നമ്മൾ TV ആയാലും കമ്പ്യൂട്ടർ ആയാലും എല്ലാം തന്നെ ബാക്ക് ഫ്ലാറ്റായിട്ട്, ബാക്കിലൊന്നുമില്ല, നമ്മൾ ചുമരിൽ ഫിറ്റ് ചെയ്യുന്ന രൂപത്തിൽ, അങ്ങനത്തെ ഒരു രൂപത്തിലാണ്. കാരണം എന്താ, കാഥോഡ് എന്നുള്ള ഒരു ടെക്നോളജി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഫ്ലാറ്റ് പാനലായാലും LED അങ്ങനെയുള്ള ഒരുപാട് പ്ലാസ്മ സ്ക്രീൻ അങ്ങനെയുള്ള പല പല ടെക്നോളജികൾ വന്നതോടുകൂടി കാഥോഡ് ട്യൂബ് തള്ളപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുൻ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള TV. കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ കഴിയും, കണ്ടിട്ടുണ്ടാവും. ഇനി കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ ചെറുപ്പത്തിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവാം അങ്ങനത്തെ ഒരു TVയും കമ്പ്യൂട്ടറെല്ലാം. അപ്പോൾ CRT എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം കാഥോഡ് റേ ട്യൂബാണ്. CRT ഈസ് എ ടെക്നോളജി യൂസ്ഡ് ഇൻ ട്രഡീഷണൽ കമ്പ്യൂട്ടർ മോണിറ്റേഴ്സ് ആൻഡ് ടെലിവിഷൻസ്. The image on CRT displays is created by firing electrons from the back of the tube of phosphorus coated towards the front of the screen. ഈ കോണിക്കൽ ഫ്ലാസ്കിൻ്റെ സ്ട്രക്ചറുള്ള ഈ ഒരു CRTയിലെ മെയിനായിട്ട് നടക്കുന്ന ഇലക്ട്രോൺ ഫയറിംഗ് ആണ്. ഇലക്ട്രോൺ ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഗണ്ണുണ്ടാവും. ആ ഗണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീനിൽ അത് ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീനിൽ തട്ടിയിട്ട് അവിടെ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഫിഗർ നമ്മുടെ മോണിറ്ററിൽ കാണുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇമേജ് ഓൺ CRT ഡിസ്പ്ലേസ് ക്രിയേറ്റഡ് ബൈ ഫയറിംഗ് ഇലക്ട്രോൺ ഫ്രം ദ ബാക്ക് ഓഫ് ദി ട്യൂബ്. ബാക്കിൽ നിന്ന് CRT ബാക്കിൽ ഇല്ലാണ്ടാവുക, അതിൽ നിന്നും വരുന്ന ഇലക്ട്രോൺ ഗണ്ണ് വരുന്ന ഇലക്ട്രോൺ ബീം ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീനിൽ സ്ട്രെസ് ചെയ്യുമ്പോഴാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. Once the electron heats the phosphorus, they light up and they are projected on a screen. The color you view on the screen is produced by a blend of red, blue and green light. അപ്പോൾ ഈ കളർ CRT ആണെങ്കിൽ, അതായത് കളറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന CRT, മുന്നേ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാണ് വന്നിരുന്നത്. പക്ഷേ പിന്നെ കളർ CRT വരാൻ തുടങ്ങി. കളർ CRT വരണമെങ്കിൽ നമുക്കറിയാം ഏത് കളർ വരണമെങ്കിലും പ്രൈമറി കളേഴ്സായ 3 കളേഴ്സ് ഉണ്ടാവണം. അപ്പോൾ ഇലക്ട്രോൺ ഗണ്ണിൻ്റെ ഉള്ളിൽ റെഡും ഗ്രീനും ബ്ലൂവും ഉണ്ട് എങ്കിൽ ഏത് കളർ വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 കളേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ബെൻഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കളേഴ്സും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വെറും CRT മോണിറ്റർ എന്താണ് എന്നാണ്. പിന്നെ കളർ CRTയെ കുറിച്ചിട്ട് പിന്നീട് അടുത്ത വീഡിയോയിൽ പറയും. അപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കാം, എങ്ങനെയാണ് CRT എന്നുള്ള ഫിഗർ നോക്കാം. ഇതാണ് ഒരു CRT കാഥോഡ് ട്യൂബിൻ്റെ സ്ട്രക്ചർ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി ഒരു കോണിക്കൽ ഫ്ലാസ്കിൻ്റെ സ്ട്രക്ചറാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോൺ പിന്നുണ്ട്. ഇതാണ് ഇലക്ട്രോൺ പിൻ. ഈ ഇലക്ട്രോൺ പിന്നാണ് നമ്മുടെ ഈ CRTയെ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ TVയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം. അത് കണക്ഷൻ പിന്നാണത്, കണക്ടർ പിൻ എന്ന് പറയും. പിന്നെ ബേസിന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്താണ് അതിൻ്റേതായിട്ടുള്ള ഫംഗ്ഷൻ ഒന്നുമില്ല. ഈ കണക്ടർ പിന്നുമായിട്ട് ഈ കോണിക്കൽ ഫ്ലാസ്കിനെ അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ബേസ്. പിന്നെ ഇലക്ട്രോൺ ഗൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഇലക്ട്രോൺ ഗൺ. ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നാണ് ഇലക്ട്രോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കൊരു തോക്കുമായിട്ട് ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഗൺ എന്നുള്ള പേര് വരുന്നത്. ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നാണ് ഇലക്ട്രോൺസ് പാസ് ചെയ്യുക.
ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോഴാണ് ഇതാ ഈ ഒരു ഇതിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. ഈ ഒരേ വഴിയിൽ കൂടെയല്ല പോകുന്നത്, കാരണം ഈ ഒരു ഫോസ്ഫറസ് കോട്ടർ സ്ക്രീനിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇലക്ട്രോൺ തട്ടാം. ഇലക്ട്രോൺ ആ തട്ടുന്നതിനനുസരിച്ചിട്ടാണ് കളറുകളിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള വഴിയിലൂടെ ഇലക്ട്രോൺ ബീം പാസ് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടുന്ന ഫിഗറിലും കിട്ടുന്ന കളറിലും എല്ലാം തന്നെ ചേഞ്ച് വരും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, ഒരു കൺട്രോൾ ഗ്രിഡാണ്. കൺട്രോൾ ഗ്രിഡ് ഇത് വോൾട്ടേജ് വേരിയേഷനിലെ കൺട്രോൾ ചെയ്യാനും ഇതിൻ്റെ പാത്ത് കൺട്രോൾ ചെയ്യാനും എല്ലാം തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ വൈ ഡിഫ്ലക്റ്റും എക്സ് ഡിഫ്ലക്റ്റ്, അത് എന്താണ് എക്സാക്സ് പരമായിട്ടുള്ള, അതായത് ഫോക്കസിങ് സിസ്റ്റത്തിൻ്റെ ഇലക്ട്രോണുകൾ പാസ് ചെയ്യുന്നതിന് താഴ്ഭാഗത്തുള്ള ഡിഫ്ലക്ഷനെ കൺട്രോൾ ചെയ്യുന്നതാണ് എക്സ് ഡിഫ്ലക്റ്റ്. വൈ ഡിഫ്ലക്റ്റ് എന്ന് പറയുന്നത് മുകൾ ഭാഗത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും ഇലക്ട്രോൺസ് ഫോക്കസിങ് സിസ്റ്റത്തിലൂടെ കൺട്രോൾ ഗ്രിഡ് ഉണ്ട്. ഈ കൺട്രോൾ ഗ്രിഡ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഫോക്കസിങ് സിസ്റ്റത്തിലൂടെ പോയിട്ട് ഈ ഒരു ഫോസ്ഫറസ് കോട്ടർ സ്ക്രീനിൽ പതിക്കുമ്പോഴാണ് നമുക്ക് ആവശ്യാനുസരണമുള്ള ഫിഗർ മോണിറ്ററിൽ കാണാൻ കഴിയുന്നത്. അത് കളറുകളിൽ ഈ ഇലക്ട്രോൺ ഗണ്ണിനുള്ളിൽ പ്രൈമറി കളേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് കളർ ചിത്രം കാണാൻ പറ്റുക. അല്ലാത്ത പക്ഷം ബ്ലാക്കും വൈറ്റും മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് പറഞ്ഞു. ഇനി നമുക്കിതിന് മെയിനായിട്ട് പറയുമ്പോൾ ഇതിൽ ഏതൊക്കെ കമ്പോണൻസ് ആണുള്ളത് നോക്കാം. കമ്പോണൻസ് ഓഫ് CRT, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രോൺ ഗൺ നമ്മൾ ചിത്രത്തിൽ കണ്ടു. കൺട്രോൾ ഇലക്ട്രോഡ് അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. പിന്നെ ഫോക്കസ് സിസ്റ്റം നമ്മളതിൽ കാണാത്തുണ്ടാവും, ഡിഫ്ലക്ഷൻ യോക്കാണ്. ഡിഫ്ലക്ഷൻ യോക്ക് മാത്രമേ ഫിഗറിൽ കാണാൻ കഴിയാത്തുണ്ടാവുകയുള്ളൂ, ബാക്കിയെല്ലാം തന്നെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഫിഗർ നന്നായിട്ട് വരയ്ക്കണം. ഫിഗറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. മെയിൻ കമ്പോണൻസ് ഓഫ് CRT എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഗൺ, കൺട്രോൾ ഇലക്ട്രോഡ്, ഫോക്കസ് സിസ്റ്റം, ഡിഫ്ലക്ഷൻ യോക്ക്, ഫോസ്ഫറസ് കോട്ടഡ്. ഫസ്റ്റത്തെ ഇലക്ട്രോൺ ഗൺ. ഇലക്ട്രോൺ ഗൺ കൺസിസ്റ്റിംഗ് ഓഫ് എ സീരീസ് ഓഫ് എലമെൻറ്റ്സ്, പ്രൈമറിലി എ ഹീറ്റിംഗ് ഫിലമെൻറ്റ് ആൻഡ് എ കാഥോഡ്. അപ്പോൾ ഇലക്ട്രോൺ ഗണ്ണിന് മെയിനായിട്ടുള്ള രണ്ട് ഭാഗമാണ്, ഒരു ഫിലമെൻറ്റും ഉണ്ടാവും, ഒരു കാഥോഡും ഉണ്ടാവും. ഇലക്ട്രോൺ ഗൺ ക്രിയേറ്റ്സ് എ സോഴ്സ് ഓഫ് ഇലക്ട്രോൺ വിച്ച് ആർ ഫോക്കസ്ഡ് ഇൻ ടു എ നാരോ ബീം ഡയറക്റ്റഡ് ടു ദ ഫേസ് ഓഫ് CRT. ആ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും ഇലക്ട്രോൺ എന്ത് ചെയ്യും, ആ ഒരു നാരോ ബീമായിട്ട് എങ്ങോട്ട് പോകും, ഫോസ്ഫറസ് കോട്ടർ സ്ക്രീനിലേക്ക് പോകും. അത് പോകുന്നത് കൺട്രോൾ ഗ്രിഡിലൂടെയാണ് പോകുന്നത്. കൺട്രോൾ ഗ്രിഡാണ് അതിനെ കറക്റ്റായിട്ട് പറഞ്ഞു വിടുന്നത് എന്ന് പറയാം. കൺട്രോൾ ഇലക്ട്രോഡ് അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം. ഇറ്റ് ഈസ് യൂസ് ടു ടേൺ ദി ഇലക്ട്രോൺ ബീം ഓൺ ആൻഡ് ഓഫ്. ഇലക്ട്രോൺ ബീം പാസ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കൺട്രോൾ ഇലക്ട്രോഡാണ്. കൺട്രോൾ ഇലക്ട്രോൺ ഓൺ ആകുമ്പോഴാണ് ഇലക്ട്രോൺ പാസ് ചെയ്യുന്നത്. അല്ലാതെ അതായത് നമുക്ക് സിസ്റ്റം, നമ്മളൊരു TV കാണുക എന്ന് പറയുന്ന സമയത്ത് എന്താണ് കൺട്രോൾ ഗ്രിഡ് കൺട്രോൾ ഇലക്ട്രോൺ എന്തായിരിക്കും, ഓൺ ആയിരിക്കും. അത് ആവശ്യാനുസരണം ആണ് ചെയ്യുക. അല്ലാത്ത സമയത്ത് എന്തായിരിക്കും, അത് ഓഫ് കണ്ടീഷനിലായിരിക്കും. പിന്നെ ഫോക്കസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ട് എക്സ് ഡിഫ്ലക്റ്റും വൈ ഡിഫ്ലക്റ്റും കറക്റ്റായി നിർത്തിക്കൊണ്ട് കറക്റ്റായിട്ട് ആ ഇലക്ട്രോൺ ബീമിനെ ഫോസ്ഫറസ് കോട്ടർ സ്ക്രീനിൽ പതിപ്പിക്കുക. അപ്പം അത് നമുക്ക് ക്ലാരിറ്റിയുള്ള നല്ലൊരു പിക്ചർ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഫെയ്ഡായിട്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ടില്ലാത്തൊരു ഇമേജോ കറക്റ്റായിട്ടില്ലാത്തൊരു കളറോ ഒക്കെ കാണാൻ കഴിയും. നമുക്കറിയാം പഴയ മോണിറ്റർ അല്ലെങ്കിൽ പഴയ TVയിൽ എപ്പോഴും കാണാൻ ഇങ്ങനെ പക്ഷേ ഈ കളറുള്ളതിലാണെങ്കിൽ ഇങ്ങനെ ഒരു മാറി മാറി വരും. അല്ലാത്ത സമയത്ത് എന്തായാലും ഒരു വെള്ള പോലെയോ അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് കറക്റ്റല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുടെ മുഖമായിട്ടും ആളുടെ രൂപമൊക്കെ തന്നെ പല ശരിയല്ലാത്തൊരു കളറിലും ശരിയല്ലാത്തൊരു രൂപത്തിലിങ്ങനെ വളഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മാറി മാറി വരും. അത് ശരിക്കും പറഞ്ഞാൽ CRTൻ്റെ പ്രശ്നമാണ്. CRTക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് കറക്റ്റല്ലാത്ത പിക്ചറുകളും കറക്റ്റല്ലാത്ത കളറുകളും ഒക്കെ വരുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ പല കളറുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അത് ഡിഫ്ലക്ഷൻ യോക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ ബീമിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫ്ലക്ഷൻ യോക്ക് യൂസ് ചെയ്യുന്നത്. ഈ ഡിഫ്ലക്ഷൻ യോക്ക് എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രോൺ ബീം പാസ് ചെയ്യുന്ന ആ ഭാഗത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോലെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് പോലെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അത്രയും ആക്യുറേറ്റായ ഒരു ഇമേജ് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ടാക്കലാണ് ഡിഫ്ലക്ഷൻ യോക്കിൻ്റെ പർപ്പസ്. ഈ ഡിഫ്ലക്ഷൻ യോക്ക് ഓരോരോ തരം CRTയിൽ ഓരോ തരത്തിലാണ്. ഇപ്പോൾ ഒരു കൺവെൻഷണൽ CRT എന്ന് പറയുമ്പോൾ അതിൽ യോക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിന് കൂടെ ഒരു സീപ്പും ഒരു സ്കാൻ ജനറേറ്റർ കൂടി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ സ്കാൻ ജനറേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു ഏരിയയിൽ നമുക്ക് ഇലക്ട്രോൺ പാസ് ചെയ്യുന്ന ഒരു ഏരിയയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോലെ വർക്കാവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, അതിന് കൺട്രോളിൽ നിന്ന് പോകില്ല, ഇലക്ട്രോൺ ബീമിൻ്റെ കൺട്രോളിലായിരിക്കും ആ ഏരിയ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി ഉള്ള ഫിഗർ കിട്ടാനൊക്കെ ഇതുകൊണ്ട് കഴിയും. It is used to control the direction of the electron beam. It creates an electric or magnetic field which will bend the electron beam as it passes through the area. അപ്പോൾ അത് ആവശ്യാനുസരണം ഇലക്ട്രോൺ ബീമിനെ ബെൻഡ് ചെയ്യിച്ചുകൊണ്ട് ആ ഏരിയയിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ശരിക്കും കാന്തത്തിൻ്റെ പ്രവർത്തനം, കാന്തം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഏരിയയ്ക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി കഴിഞ്ഞാൽ കാന്തം എന്താണ് ആ ഒരു ഏരിയയിലേക്ക് വരുമല്ലോ. അതേപോലെ in a conventional CRT, the yoke is linked to a sweep or scan generator. The deflection yoke, which is connected to the sweep generator, creates a fluctuating electric or magnetic potential. അടുത്ത ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീനാണ്. ദ ഇൻസൈഡ് ഫ്രണ്ട് സർഫസ് ഓഫ് എവറി CRT ഈസ് കോട്ടഡ് വിത്ത് ഫോസ്ഫറസ്. ഫോസ്ഫറസ് കോട്ടഡ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സംഭവം മനസ്സിലുണ്ടാവും. കാഥോഡ് ട്യൂബിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഫോക്കസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോസ്ഫറസ് ഗ്ലോസ് വെൻ എ ഹൈ എനർജി ഇലക്ട്രോൺ ബീം ഹിറ്റ്സ് ഹിം. ഇലക്ട്രോൺ ബീം ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീനിൽ പതിക്കുമ്പോഴാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഫോസ്ഫോറസൻസ് ഈസ് ദ ടേം യൂസ്ഡ് ടു ക്യാരക്ടറൈസ് ദ ലൈറ്റ് ഗിവൺ ഓഫ് ദ ഫോസ്ഫർ ആഫ്റ്റർ ഇറ്റ് ഹാസ് എക്സ്പോസ്ഡ് ടു ആൻ ഇലക്ട്രോൺ ബീം. ഇലക്ട്രോൺ ബീം തട്ടിയിട്ട് ഫോസ്ഫറസ് സ്ക്രീനിൽ നിന്നും എന്താണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന് പറഞ്ഞ പേരാണ് ഫോസ്ഫോറസൻസ് എന്നുള്ള ഒരു വാക്ക് യൂസ് ചെയ്യുന്നത്. അവിടെ ഇലക്ട്രോൺ ബീം തട്ടുമ്പോഴാണ് ഫോസ്ഫറസ് സ്ക്രീനിൽ നിന്നും ലൈറ്റ് എമിറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അതിന് ഫോസ്ഫോറസൻസ് എന്നുള്ള വാക്ക് വന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. ഈ ചില ഷോപ്പിൻ്റെയൊക്കെ മുന്നിലുണ്ടാക്കി രാത്രി സമയങ്ങളായിട്ട് കഴിഞ്ഞാൽ അവരുടെ ഷോപ്പിൻ്റെ പേരിങ്ങനെ നല്ലൊരു ഗ്ലൈസിങ് നമുക്ക് കാണാൻ പറ്റും. അതിനൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു രാത്രി കാലത്തിൽ യാത്രയിൽ വരികയാണെങ്കിൽ കാണാം ആ ബോർഡിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കാണാൻ കഴിയണം. അപ്പോൾ അതിന് മാത്രമല്ല, നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ചില ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കും ഇങ്ങനെ ഡയറക്ഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചുവപ്പ് കളറിൽ ലൈറ്റ്. അത് രാത്രി കാലങ്ങളിൽ വരുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവും. ചിലപ്പോൾ ഈ പുഴയുടെ തീരത്തോ അല്ലെങ്കിൽ ഈ അതായത് ഗർത്തങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് ശരിക്കും കറക്റ്റായിട്ടുള്ള റോഡിൻ്റെ ഡയറക്ഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ഏരിയയിലൊക്കെ ചില ഭാഗങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫോസ്ഫോറസൻസ് എന്ന് പറയുന്നത്. ആ വാക്കിൽ നിന്നാണ് ഫോസ്ഫോറസ് എന്നുള്ള വാക്ക്. ഫോസ്ഫറസ് തട്ടിയിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ആ ഒരു കഴിവിനാണ് ഫോസ്ഫോറസൻസ് എന്ന് പറയുന്നത്. ഇത്രയും ഭാഗമാണ് അതിലുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് CRT. 5 കമ്പോണൻസും എന്താണെന്ന് മനസ്സിലാക്കുക. 5 കമ്പോണൻസിൻ്റെ ഫങ്ഷൻ മനസ്സിലാക്കിയാൽ തന്നെ ശരിക്കും വർക്കിംഗ് ആയി. പ്രത്യേകിച്ച് പിന്നെ വർക്കിംഗ് ആയെന്ന് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. വർക്കിംഗ് ആയി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.